നോക്കിക്കേ, സൂര്യനെ ഞാനും ഒരുമിച്ചാന്ന് തോന്നുന്നു വീട്ടിൽ പോകുന്നത്. ഞാനിന്ന് കുറച്ച് ലേറ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. എല്ലാം മേടിച്ച് പിറക്കി കെട്ടി വന്നപ്പോഴത്തേക്കും ഒരു നേരമായി. എനിക്ക് ഓരോ ദിവസവും ഓരോ ടൈമിംഗാണ് കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എപ്പോഴാണ് ഈവനിങ് എത്തുകയെന്ന്. ഇന്ന് എത്തിയപ്പോഴത്തേക്കും വേണ്ട ഇരുട്ടായി. പിന്നെ പയ്യെ വന്ന് ഓരോരോ പണികളിലേക്ക് തിരിയാണ്. ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫസ്റ്റ് പോയി കുളിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ടേ ബാക്കി എന്തും ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. വീട്ടിൽ കുഞ്ഞൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് പിന്നെ അധികം റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടാണ്. അവിടെ ഒരുപാട് പണികളുണ്ടാവും. ഇതെല്ലാം ഞാൻ തന്നെ വേണമല്ലോ. ഏട്ടൻ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കറി വെച്ച് വെക്കുവാണെങ്കിൽ നാളത്തേന് സെറ്റായിട്ടിരിക്കുമല്ലോ. മീൻ കറി രാവിലെ വെക്കുന്നതിലും രാത്രി വെച്ച് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേന് അതിനകത്ത് പുളി ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇന്ന് കുക്ക് ചെയ്യാൻ അച്ചുണ്ട് കൂടെ. അവന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇതാ പരിപാടി. ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ചെയ്താൽ അവനവിടെ മേളിൽ കയറി അവിടെ ഇരിക്കും. പിന്നെ വർത്താനമായി സ്കൂളിലത്തെ വർത്താനങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ എനിക്കും അത് ഇഷ്ടമാണ് കേട്ടോ. അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് സമയമാണ് കുറേ നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ മീൻകറി വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അച്ചുകുട്ടന് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അവന് അന്നന്ന് പഠിപ്പിക്കുന്ന അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും ഞാൻ മാക്സിമം. ചില ദിവസങ്ങളിലൊന്നും കഴിയാറില്ല, എന്നാലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കംപ്ലീറ്റ് ആക്കി വിടാറുണ്ട്. അതാകുമ്പോൾ അവനും ലാസ്റ്റ് ഹെഡേക്ക് ഇല്ലാണ്ട് പെട്ടെന്ന് എളുപ്പം പഠിച്ച് റിവിഷൻ ചെയ്തിട്ട് എക്സാമിനൊക്കെ പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ കുറച്ച് നേരം സിനിമ കാണാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളല്ല സിനിമ കണ്ടത്, മനുവേട്ടൻ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളും പോയി കൂടി അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ടോബിയുടെ കൂടെയായിരുന്നു കേട്ടോ. ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ടൈം. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതാ. പിന്നെ അച്ഛനും മോനും തമ്മിൽ കളിയായി. കൂടെ കളിക്കാൻ ടോബി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഇതിലേക്ക് ഓടി നടന്ന് കുറേ നേരം എൻ്റെ അടുത്ത് വന്നിരുന്ന്. എൻ്റെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയായിരിക്കും ഡെയിലി നടക്കുന്നത്. ഇനി രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകണം. സെയിം റൂട്ടീൻ തന്നെ. വൈകുന്നേരം വരും, ഇതൊക്കെ തന്നെ വീണ്ടും. പക്ഷേ എന്തൊക്കെയോ ഒരു സുഖമാണല്ലേ ഇതിനൊക്കെ. നമുക്ക് ആരെയും മിസ് ചെയ്യുന്നത് പോലെ തോന്നരുത്. നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും നമ്മുടെ പെറ്റ്സും എല്ലാം നമ്മുടെ കൂടെ തന്നെ വേണം എപ്പോഴും. അതിനല്ലേ അതിൻ്റേതായ ഒരു ഭംഗിയുള്ളത്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.